ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ആക്ച്വലി 2 ദിവസമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ മെൻ്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സോ ചെയ്യാനൊന്നൊരു മൂഡിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇപ്പം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. മീൻസ് എല്ലാവരും ഒത്തിരി ആൾക്കാരും മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ലൈഫ് സ്റ്റോറി ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി ചെയ്യുമ്പോൾ നല്ലത് ചമയുന്ന ഒത്തിരി എൻ്റെ നാട്ടുകാർ പുറത്തേക്ക് വരും. പിന്നെ എന്നോട് ചിരിച്ച് സംസാരിക്കുന്ന, എന്നിട്ട് എൻ്റെ പിന്നിൽ എന്നെക്കുറിച്ച് പലതും പറയുന്ന നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, അവരൊക്കെ പുറത്തേക്ക് വരും. ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നും എന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് സംസാരിക്കും. പക്ഷേ എൻ്റെ പിന്നിൽ എന്നെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആയിക്കൊണ്ട് പിന്നെ എന്തിനാ വെറുതെ അവരെയൊക്കെ വലിച്ച് ഇതിലഴിച്ച് കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒഴിവാക്കുകയാണ്. അതിനിടയിൽ വല്ലപ്പോഴും ഇങ്ങനെ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അള്ളാ പറയും. പിന്നെ അന്നത്തെ കാലം എന്ന് പറയണത് അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. കാരണം പിന്നെ അന്നെന്ന് മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. കാശ് പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ 1000 എന്താ പറയുക, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർ പറയാൻ പേടിയ ആൾക്കാർക്ക്. കാശില്ലാത്തവരാണെങ്കിൽ അവരെക്കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയാൻ മടിക്കാത്ത ഒത്തിരി ആൾക്കാരായിരുന്നു അന്നും, എനിക്ക് തോന്നുന്നു ഇന്നും ഉള്ളത്. സോ എനിവേ അതൊക്കെ പോട്ടെ. പിന്നെ വരുന്ന വഴിക്ക് അവരെയൊക്കെ കുറിച്ച് പറയാനിട വരികയാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം ഇൻഷാ അള്ളാ. സോ ഇന്ന് പ്രത്യേകിച്ച് എവിടെയും പോയൊന്നുമില്ല. വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ വർക്കൊന്നും ഇല്ലായിരുന്നു. സോ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എടുക്കാൻ. അത് ഓൺലൈൻ ഞാൻ ചെയ്തു. പിന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഹായ് ചുട്ക്കി, ഹായ് പറഞ്ഞേ. ഹായ് സേ ഹായ്. क्या बनाएंगे बताओ. तेरे से यही पूछना रहता है मेरा हमेशा व्लॉग में कि क्या बनाना है यार, क्या बनाना है ना. क्या बनाएंगे बताओ. हाँ, तुझे समझ में ही नहीं आएंगे. इसको कुछ समझ में आता ही नहीं है. ഇവളുടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എന്നെ പറയും എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് വ്ളോഗിങ് ചെയ്യേണ്ടതെന്ന്. സോ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇങ്ങനെ കുറച്ചായിട്ട് ഞാൻ തുടങ്ങാം. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നേരെയാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ എന്തായാലും ഞാൻ കരുതി കുറച്ചുകൂടെ സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. സമയം ആയില്ല എന്ന് വിചാരിച്ചു. ഞാൻ 8 മണിക്ക് എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ഡിന്നറിൻ്റെ തയ്യാറിയും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച സമയം ആയില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പോൾ നോക്കുമ്പോഴേക്ക് സമയം 8:25. എത്ര അപ്പോൾ എന്തായാലും സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മട്ടൺ ചാപ്സ് ഇരിപ്പുണ്ട്. അത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് കറിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജിയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ എന്തായാലും എഴുന്നേറ്റ് ഉണ്ടാക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഇച്ചിരിയായിട്ട് കാണിച്ചു തരാം. ഓക്കെ. സോ ഞാൻ ചുട്കിയോട് പറഞ്ഞു എനിക്കെല്ലാം കട്ട് ചെയ്ത് തന്നോളൂ, ഞാൻ വന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പം ചുട്की तू कट करके रखेगी सारी. ओके, हेल्प करो मुझे, ठीक है? तो फिर मैं बना लूँगी. ഓക്കെ. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഇവക്ക് മനസ്സിലാകുന്നില്ല. ഇവള് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്, മലയാളത്തിൽ എന്താ പറഞ്ഞ മാം ഹിന്ദിയിലും കൂടെ പറയാം. സോ मैंने बोला चुटकी मेरी हेल्प करेगी, सारा कटिंग करके रखेंगी, जो भी चाहिए फिर मैं जाके बना लूँगी. ये मैंने कहा है. ओके, समझ में आया? हाँ. तुमने यहाँ पे भी वीडियो बनाया. സോ ഞാൻ ഉണ്ടാക്കുകയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്, ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. പിന്നെ കുറച്ച് പൊട്ടാറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടൺ കുറച്ച് ചാപ്സ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഞാൻ ചെറുതായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ വെച്ചിട്ട് അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, എൻ്റെ മിക്സിക്കകത്തായി. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഇച്ചിരി കുത്തിയെടുക്കുക. पास में हमारे सॉन्ग चल रहे हैं. हाँ, चुटकी ने सॉन्ग लगा के रखा हुआ है. चुटकी ഇവിടെ അടുത്ത് പാട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ സാധനം അവളെ പറയാൻ വിടുന്നില്ല. പിന്നെ നാളെ അവൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുമായിരുന്നു. അതിൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി കിടന്ന് ഉറങ്ങി.
ഓക്കെ, ഇനി എന്തായാലും നാളെ കാണാം. ബൈ.